ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? നല്ലൊരു കറിയാണ്. നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയ, അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. നമ്മുടെ ചേന ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ചേന ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മുഖം ചുളിക്കേണ്ട നല്ല സൂപ്പർ ടേസ്റ്റാണ് ചേനപ്പെരളൻ. ചേനപ്പെരളൻ എന്ന് പറയുന്ന റെസിപ്പി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി തയ്യാറാക്കാം. കുക്കറിലാണ് തയ്യാറാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചേനയ്ക്ക് കുറച്ച് വേവുള്ളതല്ലേ, അപ്പോൾ ചേന നന്നായിട്ട് വേവിച്ചിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുക. നമ്മുടെ ചേനപ്പെരളൻ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കിലോ ചേന ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ചെറുതല്ല, നമ്മുടെ മെഴുക്കുവരട്ടിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാനുള്ള കാര്യങ്ങളാണ്. ഒരു പിടി ഉള്ളി, 6-7 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി. ചെറിയ പീസ് ഇഞ്ചി മതി കേട്ടോ, ഒരുപാട് ഇഞ്ചി വേണ്ട. ഇത്രയും ചതച്ചെടുക്കാനും തേങ്ങ അരയ്ക്കാനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് ചേനയിലേക്ക് ചേർക്കാനും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചേന വേവിച്ചെടുക്കാം. ചേനയുടെ വേവ് പലതും പല രീതിയിലായിരിക്കും. എൻ്റെ കയ്യിലുള്ള ചേന ഒരു 5 വിസിൽ വന്നാലേ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുക്കർ എടുത്ത് വയ്ക്കട്ടെ. കുക്കറിലേക്ക് നമുക്ക് ചേന ഇട്ട് കൊടുക്കാം, കട്ട് ചെയ്തത്. ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. ചേനയ്ക്ക് ആവശ്യമായ ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. നമ്മുടെ ചേന വേവാൻ എത്ര വെള്ളം വേണം എന്നുള്ളതനുസരിച്ച്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ചേന 2-3 വിസിൽ വരുമ്പോൾ വെന്ത് കിട്ടും, ചില ചേന വെന്ത് കിട്ടാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 5 വിസിൽ വരുന്നത് വരെ വേവാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചേന 5 വിസിൽ വരുന്നത് വരെ കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇത് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എരിശ്ശേരിക്കൊക്കെ അരച്ചെടുക്കില്ലേ, ആ ഒരു തരിതരിപ്പോടുകൂടി അരച്ചെടുക്കുക. ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡ്സ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് തരിതരിപ്പായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഒതുക്കല്ല, നമ്മുടെ തോരൻ്റെ ഭാഗമല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് അരഞ്ഞു കിട്ടണം. ആ രീതിയിൽ അരച്ചെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് ചതച്ചെടുക്കാൻ. അത് ഈ അരപ്പിലേക്കല്ല, ഈ അരപ്പ് മാറ്റിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതാ നമ്മുടെ അരപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ തരിതരിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതേ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കട്ടെ, അരപ്പ് മാറ്റി വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതയ്ക്കാനുള്ള കാര്യങ്ങൾ ചേർക്കാം. നമ്മുടെ 1 പീസ് ഇഞ്ചി, 4 പച്ചമുളക്, അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ ഉള്ളി തന്നെ ചേർക്കണം. നമ്മൾ സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ചതച്ചും കൂടി വെക്കട്ടെ. പുതാ ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ കുക്കറിന് വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഉടഞ്ഞു പോകുന്ന പാകത്തിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ അരപ്പ് ചേർത്തിട്ട് തിളയ്ക്കരുത് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് ചേനയിലേക്ക് ഈ അരപ്പൊന്ന് പിടിച്ചു വരണം. ആ രീതിയിൽ ഒരു 2-3 മിനിറ്റ് അരപ്പൊന്ന് തിളച്ച് പിടിക്കണം. അതുവരെ ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് തിളപ്പിച്ചെടുക്കുക. ഇനി അരപ്പൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് വറവിൻ്റെ കാര്യങ്ങൾ നോക്കാം. 2-3 മിനിറ്റ് ഇരുന്ന് തിളയ്ക്കട്ടെ. വേറെ നമ്മൾ അരപ്പിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. വെള്ളം ചേനയിലും ഉണ്ടാവും. അതുപോലെ നമ്മൾ അരച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളം ചേർത്താണല്ലോ അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ വെള്ളം ചേർക്കണ്ട. ചേനയിൽ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലൂസായിട്ടുള്ള ഒഴിച്ചുകറി അല്ലല്ലോ, കുറച്ച് കുറുകിയിരിക്കുന്ന കറിയല്ലേ. അതുകൊണ്ടാണ് അധികം വെള്ളം ചേർക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് 3 മിനിറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ചേനയുടെ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം.
അപ്പോൾ വേറെ പാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് വഴറ്റി ചേർക്കാനും കൂടി ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് ഇളക്കി ഒന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല, എണ്ണ ആവശ്യത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന എണ്ണ ആദ്യമേ കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ചേന ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പി ചെയ്തിട്ടില്ലെങ്കിൽ, ഇത് ചേന ഉപയോഗിച്ച് മാത്രമല്ല നമ്മുടെ പച്ചക്ക ഉപയോഗിച്ചും, പച്ചക്ക എന്ന് പറയുമ്പോൾ നേന്ത്രക്കായ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് ഈ സെയിം റെസിപ്പി. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വളരെ ഈസിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി എടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. പിന്നെ കഞ്ഞിയുടെ കൂടെ ചേർത്ത് കഴിക്കാനും വളരെ നല്ലൊരു കോമ്പിനേഷനാണിത്. ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഇതിൽ എരിവെന്ന് പറയുന്നത് ഈ ഒരു പച്ചമുളകിൻ്റെ എരിവാണ്. പച്ചമുളക് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മൊരിച്ച് ചേർത്ത് കഴിയുമ്പോൾ പച്ചമുളകിൻ്റെ എരിവും കൂടി നമ്മുടെ ചേനയിലേക്ക് മിക്സ് ആയിക്കോളും. നമ്മളത് കഴിക്കാനെടുക്കുമ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും എരിവ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതിനി ഒന്ന് ബ്രൗൺ ആയി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പച്ചമുളക് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ചൂട് മാറിക്കഴിയുമ്പോൾ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചേന പെരളൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.